നമസ്കാരം. സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയാണെന്നും സെക്രട്ടേറിയറ്റിൽ വിവിധ വിഭാഗങ്ങളിൽ ജോലി വാങ്ങി നൽകാമെന്നും വാഗ്ദാനം നൽകി പണം തട്ടിയത് ആഡംബര കാറിൽ കറങ്ങി. കേസിൽ 2 പേരെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തതോടെ പുറത്തു വന്നത് വലിയ തട്ടിപ്പാണ്. പിന്നിൽ വലിയ മാഫിയ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇവർക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നും സൂചനകളുണ്ട്. പലരിൽ നിന്നായി 25 ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തത്. അണ്ടർ സെക്രട്ടറിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കബളിപ്പിക്കൽ. ഫോർട്ട് CI ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വലിയവിള ചെറിയകൊണ്ണി സ്വദേശി അനിൽ ബാബു, ഇയാളുടെ സുഹൃത്ത് പേരൂർക്കട മുക്കോല സ്വദേശി കൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആളുകളിൽ നിന്ന് വാങ്ങുന്ന പണം ഉപയോഗിച്ച് ആഡംബര കാറുകൾ വാടകയ്ക്കെടുത്ത് സഞ്ചരിക്കുന്നതിനോടൊപ്പം വൻകിട ഹോട്ടലുകളിൽ താമസിച്ചുള്ള ജീവിതമാണ് പ്രതികൾ നയിച്ചിരുന്നത്. ഇവരിൽ അണ്ടർ സെക്രട്ടറിയായി ചവഞ്ഞെത്തിയിരുന്നത് അനിൽ ബാബു ആയിരുന്നു. വാടകയ്ക്കെടുക്കുന്ന ആഡംബര കാറുകളിലെത്തിയാണ് ഇവർ ആളുകളെ തേടിപ്പിടിക്കുന്നത്. പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 4 പേർക്ക് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇവർ പണം വാങ്ങിയിരുന്നു. ഇതാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. തന്ത്രപരമായിട്ടാണ് ഇവരെ പിടികൂടിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ഓരോരുത്തരുടെയും പക്കൽ നിന്ന് 1.5 ലക്ഷം രൂപ വീതമാണ് വാങ്ങിയിരുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കുമെന്നുള്ള അറിയിപ്പ് എത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഫോർട്ട് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലായിരുന്നു അനിൽ ബാബു സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി എന്ന വ്യാജേന ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പണം വാങ്ങിയതെന്ന് കണ്ടെത്തി. നിരവധി പേർ തട്ടിപ്പിനിരയായി എന്നാണ് പോലീസ് പറയുന്നത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബുവിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് SHO ശിവകുമാർ, SI മാരായ വിനോദ്, ശ്രീകുമാർ, സുരേഷ്, SCP-മാരായ ശ്രീജിത്ത്, ലിബിൻ, ഷൈൻ എന്നിവരുടെ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയത്ത് നിന്ന് പ്രതിയെ പിടികൂടിയത്. മൊബൈൽ ടവർ പരിശോധനയാണ് അറസ്റ്റിൽ നിർണായകമായത്. കൂട്ടുപ്രതിയായ പേരൂർക്കട മുക്കോല സ്വദേശി കൃഷ്ണനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആളുകളെ കണ്ടെത്തിയ ശേഷം ജോലി വാഗ്ദാനം നൽകുന്നത് അനിൽ ബാബു ആയിരുന്നു. പൂന്തുറയിൽ മീൻപിടുത്തത്തിന് പോകുന്ന പൗലോസിനും സെക്രട്ടേറിയറ്റിൽ ജോലി വാഗ്ദാനം നൽകിയിരുന്നു. ഇയാളാണ് ആദ്യം പരാതി നൽകുന്നത്. കൂട്ടുപ്രതിയായ കൃഷ്ണനാണ് പണം വാങ്ങി അനിൽ ബാബുവിനെ ഏൽപ്പിക്കുന്നത്. കോട്ടയത്ത് കാറിൽ സഞ്ചരിക്കവെയാണ് പ്രതി അനിൽ ബാബുവിനെ പിടികൂടുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികൾ പണം തട്ടിയെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഫോർട്ട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബുവിന്റെ നിർദ്ദേശപ്രകാരം ഫോർട്ട് SHO ശിവകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. സെക്രട്ടേറിയറ്റിൽ മുൻപ് താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഇയാളാണ് തീരമേഖലയിലെ സുഹൃത്തുക്കളുമായി ചേർന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മേഖലകളിലെ ആളുകളിൽ നിന്നായി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയത്. കഴിഞ്ഞ മാർച്ച് മുതലാണ് അരുവിക്കരയിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന അനിൽ ബാബുവും പൂന്തുറ സ്വദേശി കൃഷ്ണനും ചേർന്ന് വ്യാപകമായി പണം തട്ടിയത്. ഇവർക്കൊപ്പം ഉണ്ടായെന്ന് പറയപ്പെടുന്ന ഭീമാപ്പള്ളി സ്വദേശി ഫിറോസ് ഉൾപ്പെടെ 3 പേർക്കെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 50ഓളം പേരിൽ നിന്നായി സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ കാലങ്ങളിലായി ഇവർ ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. നോട്ടുകൾക്കൊപ്പം ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയവയിലൂടെയാണ് പണം നൽകിയത് എന്നതിനാൽ രേഖകളടക്കം പരാതികളാണ് ഓരോ ദിവസവും വിവിധ സ്റ്റേഷനുകളിൽ എത്തുന്നത്. ഇരയായവരിലേറെയും മത്സ്യത്തൊഴിലാളികളാണെന്നതിനാൽ പൂന്തുറ, ഫോർട്ട്, അരുവിക്കര, തിരുവല്ലം സ്റ്റേഷനുകളിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. പൂന്തുറ, വലിയതുറ ഭാഗങ്ങളിലുള്ളവരാണ് കൂടുതലായും ഇയാളുടെ തട്ടിപ്പിനിരയായത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഫോർട്ട് പോലീസ് അനിൽ ബാബുവിനെ വിളിപ്പിച്ചെങ്കിലും ഉടൻ പണം മുഴുവൻ തിരികെ നൽകാമെന്ന് അറിയിച്ചു. ഇതോടെ പണം തിരികെ ലഭിച്ചാൽ മതിയെന്ന നിലപാടിലാണ് പരാതിക്കാരിൽ ഭൂരിപക്ഷവും മടങ്ങിയത്. എന്നാൽ പോലീസ് ഉൾപ്പെടെ വിളിപ്പിച്ചിട്ടും പണം തിരികെ നൽകാൻ വീണ്ടും മാസങ്ങളുടെ അവധിയാണ് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിൽ 2 പേരാണ് അകത്തായത്.